യെസ്, നഴ്സുമാരുടെ സമരം വീണ്ടും ശക്തിയാർജിക്കുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്ന സമരക്കാർ ഇപ്പോൾ മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് കടന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ കടുത്ത BJP-ക്കാരുടെ സമരമാണ് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് നടക്കുന്നത്. BJP പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് അകത്ത് കടന്ന് ഇപ്പോൾ ഉള്ളിൽ കടന്ന് പ്രതിഷേധിക്കുകയാണ്. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, ഒരേ സമയം നഴ്സുമാരുടെ സമരവും പ്രതിഷേധവും ഒരു വശത്ത് നടക്കുന്നുണ്ട്, അതേ സമയം ഇപ്പുറത്ത് BJP പ്രവർത്തകരുടെ സമരവും നടക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനകത്തും പുറത്തും? ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പുറത്ത് സമരക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ ഏതെങ്കിലും തരത്തിൽ ഈ മതിൽ ചാടി കടക്കാനോ മറ്റോ തയ്യാറായിട്ടില്ല. അതേസമയം BJP-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തകർ ചാടിക്കടന്ന് ആ സമരത്തിന്റെ മെറിറ്റും ഡിമെറിറ്റും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇവരെയൊക്കെ അങ്ങ് എല്ലാവരെയും അങ്ങ് പിരിച്ചുവിട്ട് മസിൽ പവർ കൊണ്ടാണെങ്കിൽ, ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ സമരത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരോട് കൂടിയാ ഇന്ന് ഈ നേഴ്സുമാർക്കെതിരെ ചൂണ്ടിയ വിരൽ നാളെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയും വരും. രണ്ടാമത്, പുറത്താക്കിയ 2 പേർ മാധ്യമപ്രവർത്തകർക്ക് പരിശോധിക്കാം. 2 പേരും ഈ സമരമുഖത്തുള്ളവരല്ല, ഡ്യൂട്ടിയിലുള്ളവരാണ്. ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ ഇവർ അറിഞ്ഞോ അറിയാതെയോ പിന്തുണച്ചു എന്നുള്ളതിന്റെ പേരിൽ സപ്പോർട്ട് അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് UN-യുടെ സമരത്തെ അവരെ മിണ്ടാപ്രാണികളെ പോലെ അങ്ങ് ചവിട്ടി അങ്ങ് മെതിക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതൊക്കെ ഒരു തെറ്റായ ധാരണ ഈ അമേരിക്കൻ കോർപ്പറേറ്റിനുണ്ടെങ്കിൽ അതൊന്നും കോഴിക്കോടങ്ങാടിയിൽ നടക്കാൻ പോകുന്നില്ല. പരിഹരിച്ചിട്ടേ ഞങ്ങൾ പോകും. ഇതേ മെസ്സിൽ ഭക്ഷണം കൊടുക്കും, ഇതേ മെസ്സിൽ രാവിലെ 10 മണിക്ക് ശേഷവും അവരുണ്ടാകും. അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻ ആവണമെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ അവസാനത്തെ BJP-ക്കാരനും മരിക്കേണ്ടി വരും. അത് സിയോട് പറയാം. അത്രയേ ഉള്ളൂ. പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കാണുന്നത്. ഇവർ ഗേറ്റ് ചാടിക്കടന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. ഹോസ്പിറ്റലിന് മുഖ്യ കവാടത്തിൽ വെച്ചുകൊണ്ടാണ് അവരെ തടയുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇവർ പറയുന്നത് പിരിച്ചുവിട്ട 2 പേരെ നാളെ മുതൽ തന്നെ ഇവർ ജോലിക്ക് ഹാജരാവുകയും അതുപോലെ തന്നെ ഇവിടുത്തെ മെസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. അതല്ലാത്തൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അതിന് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് യുവമോർച്ച നേതാവ് ഇപ്പോൾ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. എന്തായാലും കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. UN-യുടെ നേതൃത്വത്തിൽ നഴ്സുമാർ ഗേറ്റിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമ്പോഴും ഇവിടെ ഹോസ്പിറ്റലിലേക്ക് ഗേറ്റ് ചാടിക്കടന്ന് പ്രതിഷേധിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. യെസ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നഴ്സുമാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJP യുവമോർച്ച പ്രവർത്തകർ. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്.